ഒരുപാട് എഫേർട്ട് ഇടാണ്ട് എനർജി കൂടുതലുള്ള സമയത്ത് വർക്ക് ചെയ്ത് ടൈം സേവ് ചെയ്യുകയും പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്യാം. സക്സസ്ഫുൾ ആയ ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ എപ്പോഴാണോ നമ്മുടെ ഊർജം കുറയുന്നത്, അപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആവും, നമുക്ക് കുറച്ച് ദേഷ്യം വരും, നമുക്ക് നിരാശാബോധം വരും. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ നമുക്ക് നാച്ചുറൽ റിഥത്തിൽ തന്നെ നമ്മുടെ ആക്ഷൻസിനെ എല്ലാം നാച്ചുറൽ എനർജി റിഥവുമായി നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. നമസ്കാരം. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയോ വ്യവസായിയോ എഞ്ചിനീയറോ ഡോക്ടറോ ഫോട്ടോഗ്രാഫറോ വീട്ടമ്മയോ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചിട്ടയും ഒരു പുതിയ രീതിയും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ സീരീസ് നിങ്ങൾ കേൾക്കണം. ഞാൻ 8 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. 8 കോഡാണ്. കോഡ് 8 എന്നാണ് ഇതിനെ നാമകരണം ചെയ്തിട്ടുള്ളത്. അതിൽ ഈ വീഡിയോയിൽ ഉണ്ടാവുന്നത് 1ാമത്തെ കോഡായിരിക്കും. ഇങ്ങനെ 8 സീരീസ് ഉണ്ടാവും, 8 വീഡിയോസ് ഉണ്ടാവും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചമാകമാനവും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന രീതിയും ജീവിതവുമൊക്കെ ഊർജവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്, എനർജിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് എപ്പോഴൊക്കെയാണോ ഊർജം അധികരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ്, എപ്പോഴൊക്കെയാണ് ഊർജം നമ്മുടെ ലെവൽ കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മാനസിക ശാരീരിക അവസ്ഥ എന്താണ്, നമ്മുടെ സ്വഭാവത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഊർജം ഉയർന്ന നിലവാരത്തിലുള്ളപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന ചിന്തകളും ഉയർന്ന പ്രവൃത്തി രീതിയും പ്രൊഡക്ടിവിറ്റിയും എല്ലാം വർദ്ധിക്കും. നിങ്ങൾ നല്ല സന്തോഷത്തിലായിരിക്കും, ആളുകളുടെ നല്ല സഹകരണത്തിലായിരിക്കും, എല്ലാം വളരെ അനായാസന നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നാൽ എപ്പോഴാണോ നമ്മുടെ ഊർജം കുറയുന്നത്, അപ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആവും, നമുക്ക് കുറച്ച് ദേഷ്യം വരും, നമുക്ക് നിരാശാബോധം വരും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ എനർജി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ഒരു സാമാന്യേന നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ആദ്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എനർജി മാപ്പിങ്ങിനെ കുറിച്ചാണ്. എനർജീനെ ട്രാക്ക് ചെയ്യാൻ പറ്റണം. നമുക്ക് ഒരു ദിവസം ജീവിതം തുടങ്ങുന്നത് മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരുപോലെ ആയിരിക്കില്ല നമ്മുടെ ഊർജ്ജ നിലവാരം. ഇടയ്ക്ക് ഉയരുകയും താഴുകയും ചെയ്യും, ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇത് നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തീർച്ചയായും നമ്മൾ അറിയണം നമ്മുടെ എനർജി എപ്പോഴൊക്കെയാണ് ഉയരുന്നത്, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഊർജ്ജം ഉയരുന്നത്, അല്ലെങ്കിൽ ഏത് പ്രവൃത്തികളാണ് നമ്മുടെ ഊർജ്ജത്തിനെ ഊറ്റിക്കൊണ്ടു പോകുന്നത്, അത് ട്രെയിൻ ചെയ്തുകൊണ്ടുപോകുന്നത് എപ്പോഴൊക്കെയാണ്. ഇത് നിങ്ങൾ കൃത്യമായും അവബോധത്തോടെ ശ്രദ്ധിച്ചു തുടങ്ങേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ എനർജീനെ മാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കണം, രാവിലെയാണ് നമുക്ക് ഊർജ്ജം കൂടുതലെങ്കിൽ, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും കൂടുതൽ, ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും. ഓരോ ആളുകൾക്കും ഓരോ സമയത്താണ് ഊർജത്തിൻ്റെ ഹൈക്ക് ഉണ്ടാവുന്നതും ഡ്രോപ്പ് ഉണ്ടാവുന്നതും. ഇത് രണ്ടും നടക്കും. അപ്പം നമുക്ക് സമയമുള്ളപ്പോഴല്ല ഇത് എനർജീനെ ട്രാക്ക് ചെയ്യേണ്ടത്, ഇപ്പോഴും കുറേ കാലം നമ്മൾ എനർജീനെ ട്രാക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ രാവിലെയാണ് ഒരു മോർണിംഗ് മാൻ ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ രാവിലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊർജ്ജം രാവിലെ നല്ലവണ്ണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈറ്റ് ദ ഫ്രോഗ്, അതിനെ ആദ്യം തന്നെ തിന്നണം, തവളയെ തിന്നുക. ആദ്യം പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വിഷമമുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ രാവിലെ ഊർജ്ജമുള്ളപ്പോഴാണെങ്കിൽ അത് അപ്പം ചെയ്തു തീർക്കുക. പലപ്പോഴും നമ്മൾ അറിയാണ്ട് ഊർജ്ജം കൂടുതലുള്ള സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കട്ടിയേറിയതും നമുക്ക് സാധിക്കത്തില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കാറില്ല, എക്സാമിൻ്റെ സമയത്ത് ആദ്യം തന്നെ നിനക്ക് അറിയാവുന്നത് ആദ്യം എഴുതി തീർക്കണം, പ്രയാസമുള്ളത് ആദ്യം എഴുതി തീർക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഊർജ്ജം കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ മികച്ച കാര്യങ്ങൾ അഥവാ നമുക്ക് ചെയ്യാൻ വിഷമമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഇനി നിങ്ങൾ രാത്രിയാണ് എനർജി കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിനെ അനുസരിച്ചിട്ട് രാത്രിയിൽ ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് സമയം കണ്ടെത്തണം. അപ്പോൾ ഊർജ്ജം കുറവുള്ള സമയത്ത് ചെറിയ എഫേർട്ടിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും, കൂടുതൽ എഫേർട്ട് വേണ്ടപ്പോൾ എത്രയാണോ ഊർജ്ജം കൂടുതലുള്ളത് അപ്പോഴും നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എനർജീനെ നമ്മൾ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഉദാഹരണത്തിന് രാവിലെ 6 മുതൽ രാത്രി ഒരു ഫുൾ സർക്കിൾ, ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ നാളെ രാവിലെ 6 മണി വരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ചെറിയ കൈപ്പുസ്തകം മതിയാവും. എപ്പോഴൊക്കെയാണ് ഊർജ്ജം കൂടുതൽ അപ്പോഴെന്തൊക്കെ ചെയ്ത് തീർക്കണമെന്ന് ഒരാഴ്ചയോളം നിങ്ങൾ എനർജീനെ മാപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ വലിയ വലിയ ടാസ്കുകളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് അവസാനിക്കുക നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വ്യക്തിഗതമായ വികാസത്തിന് ഞാൻ ഈ പറഞ്ഞ ഒരു ലോഗ് ഉണ്ടാക്കൽ വളരെ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 6 മണിക്ക് എണീക്കുന്നതാണെങ്കിൽ 6 മണി മുതൽ 10 മണി വരെ നമ്മുടെ എനർജി ലെവൽ എന്തൊക്കെയാണ്, 10 മുതൽ 12 വരെ എങ്ങനെയാണ്, 12 മുതൽ 5 വരെ എങ്ങനെയാണ്, 5 മുതൽ രാത്രി 10 വരെ എങ്ങനെയാണ്, 10 മുതൽ വെളുക്കുന്ന 6 മണി വരെ എങ്ങനെയാണ്.
ഇങ്ങനെ നമ്മൾ ലോഗ് ഉണ്ടാക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടൈം ഫ്രെയിം ഉണ്ടാക്കി വെക്കുക. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ 6 to 10 ആണ് എടുക്കുന്നതെങ്കിൽ ആ സമയത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾ എനർജി ലെവൽ എങ്ങനെയാണ്, അപ്പോൾ അത് 1 to 10 മാർക്ക് ചെയ്യണം. അപ്പോൾ ഏറ്റവും ലോ ആണെങ്കിൽ 1ഉം ഏറ്റവും ഹൈ ആണെങ്കിൽ 10ഉമാണ്. ഇങ്ങനെ എനർജീനെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നമുക്ക് എന്തൊക്കെ ചേഞ്ച് ആണ് വരുന്നതെന്നും ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും ഗോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേൺ ഔട്ട് ചെയ്യുക. നമ്മൾ ചിലർക്ക് പണിയെടുത്തിട്ട് തളർന്ന് താഴെ പോകും, പറ്റില്ല എന്ന് വിചാരിക്കുക. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലോ ലെവൽ എനർജി ഉള്ളപ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ബേൺ ഔട്ട് ആവും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. എനർജി മാപ്പിംഗ്. ഓരോ സമയത്തെ എനർജി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നടക്കും എന്നൊരു ബോധ്യം നമുക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സാവകാശം നമ്മുടെ ഒരു ഹാബിറ്റായി മാറുകയും നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് ഇടാണ്ട് എനർജി കൂടുതലുള്ള സമയത്ത് വർക്ക് ചെയ്ത് ടൈം സേവ് ചെയ്യുകയും പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്യാം. സക്സസ്ഫുൾ ആയ ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങൾ മൈൻഡ് മാപ്പിങ്ങിനെ കുറിച്ചൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എനർജി മാപ്പിംഗ് അതിനേക്കാൾ പ്രാധാന്യമുണ്ട്. കാരണം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ ജീവിതം എനർജിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. എനർജി കൂട്ടാനും കുറയ്ക്കാനുള്ള ധാരാളം ടെക്നിക്കുകളുണ്ട്. പക്ഷെ സ്വമേധയ അല്ലെങ്കിൽ സാധാരണഗതിയിൽ എന്ത് ഫ്ലെക്സുവേഷൻ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നു. ഈ ടെക്നിക്ക് ഞാൻ വിളിക്കുന്നവരാണ് എനർജി മാപ്പിംഗ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനർജി മാപ്പിങ്ങിനാണ്. ആ എനർജി മാപ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം നമുക്ക് ഗുണം ഉണ്ടാവുമെന്ന് നമ്മൾ അറിയണം. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ഗുണമുണ്ടെന്ന് നോക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം ഇംപ്രൂവ് യുവർ ഫോക്കസ്. നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിക്കും, പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും, ബേൺ ഔട്ട് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് നാച്ചുറൽ റിഥത്തിൽ തന്നെ നമ്മുടെ ആക്ഷൻസിനെ എല്ലാം നാച്ചുറൽ എനർജി റിഥവുമായി നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ എഫേർട്ടിൻ്റെയോ എക്സ്ട്രാ ടൈമിൻ്റെയോ ആവശ്യമില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഗുണഗണങ്ങൾ നിങ്ങൾക്ക് ഒരു 7 days മിനിമം ചെയ്യുകയും 3 മാസം തുടർച്ചയായി ഈ പ്രക്രിയ തുടർന്നു വന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ അമേസിംഗ് ആയിട്ടൊരു പേഴ്സണാലിറ്റി മാറും. കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ എനർജി ഹൈക്ക് ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ എനർജി ഡൗൺ ഉണ്ടാകുമ്പോഴും എന്ത് ആക്ഷനിലാണ് നിങ്ങൾ ഇടപെട്ടതെന്നും കൂടെ മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഹൈ എനർജി ഉള്ളപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് ഹൈ എനർജി ഉണ്ട്, ഞാൻ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്തത്? അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ 8 മണിക്ക് എനിക്ക് ഹൈ എനർജിയാണ്, ഇപ്പം ഞാൻ എന്ത് ആക്ടിവിറ്റിയിലാണ് ഏർപ്പെട്ടത്? ഇങ്ങനെ ആക്ടിവിറ്റിയും എനർജിയുടെ അപ്പ് ആൻഡ് ഡൗൺ ഫോൾസും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതും കൂടെ നിങ്ങളത് രേഖപ്പെടുത്തുന്ന ഒരു ജേണൽ ഉണ്ടാക്കണം. ഇത്രയും ചെയ്താലാണ് ഈ പറയപ്പെടുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഈ കോഡ് വെച്ചിട്ട്, ഇതൊരു കോഡാണ്, ഈ കോഡ് വെച്ചിട്ട് നമുക്ക് വലിയ തോതിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഉടൻ തന്നെ കാത്തിരിക്കുക, അടുത്ത കോഡുമായി ഞാൻ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.